കഥകളിൽ ഗാന്ധാരിയായി, കുന്തിയായി, സീതയായി നിരവധി അമ്മമാരുണ്ട്. കന്യാമറിയത്തെ അറിയാതെ ക്രിസ്തുവിനെ ഓർക്കാൻ കഴിയുമോ? തന്റെ മകന് തൊണ്ട നനയ്ക്കാൻ ഇത്തിരി ദാഹജലത്തിനായി സഭമാർവ മലകടക്കിലൂടെ ഓടിത്തളർന്ന ഹജ്റ ബീവി മാതൃസ്നേഹത്തിന്റെ കെടാവിളക്കലെ മുലപ്പറയുന്ന മാതൃവാത്സല്യവും പിറന്ന കുഞ്ഞിനെ അരികൊല ചെയ്യുന്ന ഇന്റർനെറ്റ് യുഗത്തിലെ അമ്മയെയും ഞാനിതിവിടെ അവതരിപ്പിക്കുന്നു. ഈശ്വര, സൂര്യാസ്തമയത്തിന് മുമ്പ് ഈ ഗോപുരവാദം പണിത് തീർത്തില്ലെങ്കിൽ നമ്മൾ 9 പേരുടെ ശിരസ് ഛേദിക്കും. ദൈവങ്ങളെ, എട്ടുന്ന കട്ടകളെല്ലാം താഴെ വീഴാണല്ലോ. സഹോദരന്മാരെ, നമ്മൾ എന്താ ചെയ്യുക? ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത്. അങ്ങനെ ഇങ്ങനെ പരീക്ഷിക്കാതെ ഹേ കൽപ്പനക്കാരെ, 9 പെണ്ണുങ്ങൾ ഭാര്യമാരായി നിങ്ങളുടെ വീട്ടിലില്ലേ? അതിലൊരു പെണ്ണിനെ ചേർത്ത് ഈ ഗോപുരവാതിൽ നിർമ്മിക്കുക. എങ്കിൽ ഈ ഗോപുരവാതിൽ മണ്ണിൽ ഉറച്ചു നിൽക്കും. ആ ചന്ദ്രതാരം ഉയർന്നു നിൽക്കും. അത് അശരീരിയല്ലേ? അശരീരി സത്യമാണ്. അത് നിഷേധിച്ചുകൂടാ. സഹോദരന്മാരെ, നമ്മളിനി എന്താണ് ചെയ്യുക? ദൈവങ്ങളെ, നമ്മളിനി എന്താണ് ചെയ്യുക? സഹോദരമേ, അതൊന്ന് മനസ്സോടെ ഞാനൊന്ന് പറയട്ടെ. ഇന്നാരാണോ നമുക്ക് കഞ്ഞിയുമായി വരുന്നത്, അവളെ ചേർത്ത് നമുക്ക് ഈ ഗോപുരവാദം നിർമ്മിക്കാം. നമ്മുടെ 9 പേരുടെ മാനം അവൾ കാത്തുകൊള്ളും. കയ്യിൽ കഞ്ഞിക്കലോ നെഞ്ചിൽ കുഞ്ഞുമായി വരുന്നത് ആരാണ്? അയ്യോ, നമ്മുടെ ജ്യേഷ്ഠന്റെ ഭാര്യയല്ലേ, നമ്മുടെ ഏട്ടത്തിയമ്മ. ദൈവങ്ങളെ, ദൈവങ്ങളെ, എന്തേ നിങ്ങളുടെ മുഖത്തൊരു സങ്കടം? വിശന്നിട്ടാണോ? ഞാൻ കഞ്ഞി വാങ്ങിത്തരാം. ഇവിടെ പറഞ്ഞാലേ നിങ്ങൾ കരയുന്നത്? പ്രിയപ്പെട്ടവളെ, എന്നോട് പൊറുക്കുക. എന്നെയും ചേർത്ത് ഈ ഗോപുരവാതിൽ നിർമ്മിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു പോയി. ഭാവികളാണ് ഞങ്ങൾ. എന്നോട് ക്ഷമിച്ചാലും, എന്നോട് ക്ഷമിച്ചാലും. എനിക്ക് എന്റെ ജീവനേക്കാൾ വലുത് എന്റെ സഹോദരന്മാരുടെ, എന്റെ ഭർത്താവിന്റെ അഭിമാനമാണ്. തകർന്ന മനസ്സോടെ ഞാനെന്ന് പറയട്ടെ. നിങ്ങൾ എന്നെ ചേർത്ത് ഈ ഗോപുരവാതിൽ പണിയുമ്പോ എന്റെ ഇരു കൈകളും എന്റെ നെഞ്ചും കെട്ടിയോടക്കരുത്. എന്റെ പൊന്നോമന മകൾ എന്നെ കാണാൻ കഴിയുമ്പോ കൈകൾ കൊണ്ടിരിക്കവനെ വാരിപ്പുണരണം. എന്നെ നെഞ്ചിലെ അമ്മിഞ്ഞപ്പോൾ ആവോളം കൊടുക്കണം. അത് മാത്രം മതി, അത് മാത്രം മതി, അത് മാത്രം മതി. അതാ അവിടെ 5 നിലയുടെ ഫ്ലാറ്റ്, 5ാം നിലയിൽ ഒരമ്മ. നമുക്ക് അവിടേക്കൊന്ന് പോയാലോ? എന്റെ സുഖ ജീവിതത്തിന് തടസ്സമാണ് ഈ വിഷനിതു. ഇവനെങ്ങനെയില്ലാതാക്കാം? ഗൂഗിളിനോട് ചോദിക്കാം. ഏത് ചോദ്യത്തിനും നിമിഷങ്ങൾ നേരം കൊണ്ട് ഉത്തരം നൽകുന്ന യൂട്യൂബിനോട് ചോദിക്കാം. യൂട്യൂബ് കൊല്ലാൻ അല്ല, കുഞ്ഞിനെ എളുപ്പത്തിൽ കൊല്ലുന്നില്ല, പണി പറഞ്ഞു തരൂ. തന്നേക്ക് പോകുക. പൈപ്പിൽ വെള്ളം തുറന്ന് ബക്കറ്റിലെ കുഞ്ഞിനിട്ട് അമർത്തി അമർത്തി Yeah.